നമുക്ക് നമ്മുടെ മൊബൈൽ സ്വന്തമായിട്ട് എങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാൻ പൂർണ്ണമായിട്ടുമുള്ള ഒരു കാര്യമല്ല കാണിച്ചു തരുന്നത്. നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ചെറിയൊരു അറിവ് നൽകുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ വേണം. കമ്പ്യൂട്ടർ മാത്രം പോരാ, കമ്പ്യൂട്ടറിന് അകത്ത് നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയറും അതിൻ്റെ ഫ്ലാഷിംഗ് ടൂൾസുകളും ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് മേക്ക് അനുസരിച്ചൊക്കെ സോഫ്റ്റ്വെയറിനും ഫ്ലാഷിംഗ് ടൂൾസിനൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും നമുക്ക് ഒന്നിച്ച് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതെല്ലാം കിട്ടുന്ന ഒരു സൈറ്റും അതിലെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി ഞാൻ ഇപ്പോൾ മൊബൈൽ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇത് കമ്പ്യൂട്ടറിൽ വേണം നിങ്ങളത് ചെയ്യേണ്ടത്. ഏത് സൈറ്റിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കി അതിൻ്റെ സൈറ്റിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ വഴി തന്നെ ചെയ്തിട്ട് അതിൻ്റെ ഫയലുകൾ അതിനകത്ത് കമ്പ്യൂട്ടറിൽ ഇട്ട് ചെയ്താലും മതിയാവും. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കമ്പ്യൂട്ടറോ മൊബൈലോ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിൻ്റെ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഫേംവെയർ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ ഫ്ലാഷിംഗ് ടൂൾസ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ മൊബൈലുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഡ്രൈവും ഇൻസ്റ്റാൾ ചെയ്യും. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എന്തായാലും സോഫ്റ്റ്വെയർ നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ടും നിങ്ങൾ ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോണിൻ്റെ സോഫ്റ്റ്വെയറാണ് ആവശ്യം ആ ഒരു ഫോണിൻ്റെ മോഡൽ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ഞാനിപ്പോൾ സാംസങ് J7 ആണ് എൻ്റെ ഫേംവെയർ ആണ് ആവശ്യമുള്ളതെങ്കിൽ ഞാനിവിടെ സാംസങ് J7ൻ്റെ ഫേംവെയർ എന്ന് ടൈപ്പ് ചെയ്യുക. സോഫ്റ്റ്വെയർ എന്ന് ടൈപ്പ് ചെയ്യരുത്, സാംസങ് J7 ഫേംവെയർ എന്ന് ടൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. മോഡൽ നമ്പർ കറക്റ്റായിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ഫേംവെയർ കറക്റ്റായിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ കിട്ടും. അതുകൊണ്ട് മോഡൽ നമ്പർ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനുശേഷം നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഫയലുകൾ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതൊക്കെ ഒഫീഷ്യൽ സൈറ്റുകളാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ firmwarefiles.com എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്, firmwarefiles.com. ഇതിൽ ഈ ഒരു സൈറ്റിൽ നമുക്ക് എല്ലാ ഫോണുകളും ഏകദേശം ഒട്ടുമിക്ക ഫോണുകളുടെയും ഫേംവെയറും അതുപോലെ ഫ്ലാഷിംഗ് ടൂൾസുകളും എല്ലാം തന്നെ ഇവിടെ കിട്ടും. നിങ്ങൾ ഈ ഒരു സൈറ്റിൽ firmwarefiles.com എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സാംസങ് J7 എൻ്റെ മോഡൽ നമ്പർ വന്നിട്ടുണ്ട്. മോഡൽ നമ്പർ സെയിം ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ ആയിട്ട് ഫയലുകൾ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഗെറ്റ് ലിങ്ക്, ഈ ലിങ്കിൽ പോയിട്ട് നമുക്ക് ഫേംവെയർ നമ്മുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കൺട്രി നോക്കുക. ഇന്ത്യൻ കൺട്രിയിലുള്ള ഫേംവെയർ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക, അല്ല UAE, അങ്ങനെ ഒരുപാട് കൺട്രികളുടെ ഉണ്ട്. ഏത് കൺട്രിയാണ് നിങ്ങളുടെ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ തോന്നി ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ ഇവിടെ ഉണ്ട്. ഹൗ ടു ഫ്ലാഷ് എങ്ങനെയാണ് നമ്മൾ ഫ്ലാഷ് ചെയ്യുക, ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു ഫേംവെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം എങ്ങനെയാണ് ഇത് ഫ്ലാഷ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഫ്ലാഷിംഗ് ടൂൾസ്, ഓഡിയൻ ഡൗൺലോഡ് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇത് നിങ്ങൾ നമ്മുടെ ഫ്ലാഷിംഗ് ടൂൾസാണ്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫയൽ കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയൽ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോയതിനു ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഓഡിയൻ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഫ്ലാഷ് എങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യേണ്ടത് അതും ട്യൂട്ടോറിയൽ സഹിതമുണ്ട്. അത് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്കും അതും ഫോട്ടോ സഹിതം ഓരോന്നും ഫോട്ടോ സഹിതം തന്നെ അത് ഇവിടെയും കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ഫ്ലാഷ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫോട്ടോ സഹിതം ഇവിടെ കാണിച്ചു തരുന്നു. ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിന് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓരോന്നും ഫോട്ടോ സഹിതം ഓരോന്നും കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് അനുഭവപ്പെടുകയില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ സാംസങ് J7 ആണ്, ഇപ്പോൾ നമുക്ക് Redmi Note 4 ആണ് ആവശ്യം. നമുക്ക് MIയുടെ Redmi Note 4 ആണ് ആവശ്യമുണ്ടെങ്കിൽ Redmi Note 4 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്താൽ Redmi Note 4ൻ്റെ ഫ്ലാഷ് വാല്യൂ ഇവിടെ വരും. ഇവിടെ Xiaomi Redmi Note 4 ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഏത് ഫ്ലാഷ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യണം, അത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് ഫോളോ ട്യൂട്ടോറിയൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നോക്കി എല്ലാം ഫോട്ടോ സഹിതം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. എല്ലാം അതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഫോണിൻ്റെ മോഡൽ അനുസരിച്ച് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ എല്ലാം